നെക്സ്റ്റ് മൊഡ്യൂളിലെ ടേമാണ് ആന്ത്രപ്പസീൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ക്ലൈമറ്റ് ചേഞ്ചും ആന്ത്രപ്പസീനും തമ്മിലുള്ള ബന്ധം ആൻഡ് ഓൾസോ ആന്ത്രപ്പസീനും അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് യു മീൻ ബൈ ആന്ത്രപ്പസീൻ? ആന്ത്രപ്പസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ, അതായത് ഇറ്റ് ഇസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദ കറണ്ട് ജിയോളജിക്കൽ ഏജ്. അതായത് ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണ് നമ്മുടെ എർത്തിനെ ഷെയ്പ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് എർത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒരു മെയിൻ ഫോഴ്സായി എർത്തിനെ ഷേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എർത്തിനെ മാറ്റിയെടുത്തത് എന്നുള്ളൊരു പഠനമാണ് ആന്ത്രോപ്പസീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഡസ്ട്രിയലൈസേഷൻ വഴി, പൊല്യൂഷൻ വഴി, ഡീഫോറസ്റ്റേഷൻ വഴി എങ്ങനെയാണ് നമ്മൾ നേച്ചറിനെ ചേഞ്ച് ചെയ്തത്? നമ്മുടെ ആക്ടിവിറ്റീസാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, പൊല്യൂഷൻ ആൻഡ് ഡീഫോറസ്റ്റേഷൻ. ആ ആക്ടിവിറ്റീസ് വെച്ചിട്ട് എങ്ങനെയാണ് നേച്ചർ അല്ലെങ്കിൽ എർത്ത് ചേഞ്ച് ആയത്? അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കൂടുതലും ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ഇപ്പം ക്ലൈമറ്റും ലാൻഡും വാട്ടറും ബയോഡൈവേഴ്സിറ്റി എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലേ? സോ ഈ ആന്ത്രപ്പസീൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ഫസ്റ്റ് കോൺസിക്വൻസ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടി, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടിയതുകൊണ്ട് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടി, ഗ്ലോബൽ വാർമിംഗ്, അങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടി, ടെമ്പറേച്ചർ കൂടിയപ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിന് വഴിയൊരുക്കി. അങ്ങനെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആയി. ഒന്നുകിൽ മഴയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലെങ്തി ആയിട്ടുള്ള റെയിൻഫോള്, അല്ലെങ്കിൽ എന്താണെന്ന് പ്രൊലോങ്ഡ് ആയിട്ടുള്ള റെയിൻഫോള്, ചൂടാണെന്നുണ്ടെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സമ്മർ, വിന്റർ സീസൺ ആണെന്നുണ്ടെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള വിന്റർ, എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് ആയിട്ട് മാറി. അങ്ങനെ ഗ്ലേഷ്യേഴ്സ് എല്ലാം മെൽറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ സ്നോ മെൽറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്നോ മെൽറ്റ് ചെയ്യുമ്പോൾ അത് സീ ലെവലിനെ അത് കൂട്ടും, ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ആണ്. അതായത് ഡീഫോറസ്റ്റേഷൻ നല്ല രീതിയിലുണ്ടായി, നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് എല്ലാം ഡിസ്ട്രോയിഡ് ആയി. അങ്ങനെ എയറും വാട്ടറും സോയിൽ പൊല്യൂഷൻ ഇൻക്രീസ്ഡ് ആയി. നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ യൂസ് ചെയ്ത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നാച്ചുറൽ റിസോഴ്സസും ഡിപ്ലീറ്റഡ് അല്ലെങ്കിൽ ഡിക്രീസ് ആവാൻ തുടങ്ങി. തേർഡ് വൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. മെനി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറുന്നു, എക്കോസിസ്റ്റംസ് എല്ലാം ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറുന്നു, വൈൽഡ് ലൈഫ് അത് സ്ട്രഗിൾ ചെയ്യുവാണ് ബിക്കോസ് ഓഫ് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ്. പിന്നെ വരുന്നത് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ലൈഫാണ്. ഇതെല്ലാത്തിൻ്റെയും കോസ് എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. സോ നാച്ചുറലി എന്ത് ചെയ്യും? ഇത് ഹ്യൂമൻ ബീയിങ്സിനെ ലാസ്റ്റ് അഫക്റ്റ് ചെയ്യും. സോ ഇതെങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാക്കുന്നു ഡ്യൂ ടു പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഫുഡ് ആൻഡ് വാട്ടർ ഷോർട്ടേജസ് മെയിൻ റീജിയൻസിൽ ഉണ്ടാവുന്നു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ് അല്ലെങ്കിൽ ഡ്രൗട്ട് ഇൻക്രീസ് ആവുന്നു. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഫക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫിഫ്ത്ത് പോയിന്റ് അതാണ്. പുവർ കമ്മ്യൂണിറ്റീസ്, എപ്പോഴും പുവർ ആയിട്ടുള്ള ആളുകളാണ് എല്ലാത്തിൻ്റെയും ഇത് വിക്ടിംസ് ആയിട്ട് മാറുന്നത്. സോ പുവർ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യും? എൻവയോൺമെന്റൽ ഡാമേജിൽ നിന്ന് അവരാണ് കൂടുതൽ സഫർ ചെയ്യുന്നത് അല്ലേ? കോൺഫ്ലിക്ട്സ്, വാട്ടറിന്റെ പേരിലും ലാൻഡിന്റെ പേരിലും ഒക്കെ കോൺഫ്ലിക്ട്സ് അറൈസ് ചെയ്യുന്നു. എക്കണോമിക്കലായിട്ടുള്ളൊരു ഇംബാലൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി എൻവയോൺമെന്റൽ ക്രൈസിസ് കൊണ്ട് വരുന്നു. സോ ആന്ത്രപ്പസീൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിന്റെ പവർഫുൾ ഇമ്പാക്റ്റ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണ് എർത്തിലുള്ളത്, ആൻഡ് ഓൾസോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാകണം ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ജനറേഷനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ.